വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. ഹിന്ദിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल जी की कविता पर नरेश सक्सेना की टिप्पणी है इस पाഠഭാग. അതായത് വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയാണ് ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ. ഈ കവിതയിൽ നരേഷ് സക്സേന എന്ന കവി എഴുതിയ ടിപ്പണി അല്ലെങ്കിൽ വ്യാഖ്യാനമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിത എഴുതിയ വിനോദ് കുമാർ ശുക്ല ആധുനിക ഹിന്ദി എഴുത്തുകാരിൽ പ്രമുഖനാണ്. വിനോദ് കുമാർ ശുക്ല അദ്ദേഹം 1937 ജനുവരി 1 മധ്യപ്രദേശിലാണ് ജനിച്ചത്. സമകാലീന ഹിന്ദി സാഹിത്യ രംഗത്ത് കവി, കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഈ രണ്ട് കവികളുടെയും പേരുകൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ പാഠഭാഗം നമുക്കൊരു ടിപ്പണിയാണ് ഈ കവിതയെ കുറിച്ചുള്ള വ്യാഖ്യാനം. അത് എഴുതിയിരിക്കുന്നത് നരേഷ് സക്സേനയാണ്. മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് ജനിച്ചത്. സമകാലീന ഹിന്ദി സാഹിത്യ രംഗത്ത് അസാധാരണനായ കവിയാണ് അദ്ദേഹം. കവിതകൾക്ക് പുറമെ ഇപ്പോൾ നാടകം, സിനിമ, എഡിറ്റിംഗ് എന്നീ മേഖലകളിലും അദ്ദേഹം സജീവമായി മഹത്വപൂർണമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. വിനോദ് കുമാർ ശുക്ല എഴുതിയ ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ കവിതയുടെ ഓരോ വരികളും നമുക്ക് വായിക്കാം, അതിന്റെ അർത്ഥങ്ങളും പറയാം. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था. हताशा को जानता था. എന്താ പറയുന്നത്? ഹതാശ സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ. നിരാശയാൽ അല്ലെങ്കിൽ സങ്കടത്താൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തി കോ मैं नहीं जानता था. വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കവി പറയുകയാണ് നമ്മളോട്, ഒരു വ്യക്തി നിരാശയോടെ ഇരിക്കുന്നത് കണ്ടു. ആ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഹതാശാ കോ ജാൻതാ ഥാ. നിരാശ എന്താണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഒരാൾക്ക് നിരാശ അല്ലെങ്കിൽ ഒരു സങ്കടം വന്നാൽ ആ പ്രയാസം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वह गड़ा हुआ. इसलिए അതുകൊണ്ട് मैं उस व्यक्ति के पास गया. ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി. मैंने हाथ बढ़ाया. ഞാൻ കൈ നീട്ടി. मेरा हाथ पकड़कर वह गड़ा हुआ. എന്റെ കൈ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അപ്പോ ഈ സഹായം ആവശ്യമുള്ള ഈ വ്യക്തിയുടെ അടുത്തേക്ക് കവി ചെല്ലുകയാണ്. തന്റെ സഹായ ഹസ്തം അദ്ദേഹത്തിന് നേരെ നീട്ടുകയാണ്. ഈ മനുഷ്യൻ, അതായത് ഈ നിരാശയാൽ അല്ലെങ്കിൽ സങ്കടത്താൽ ഇരുന്നിരുന്ന ആ മനുഷ്യൻ ആ കൈ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. മുझे वह नहीं जानता था. मेरे हाथ बढ़ाने को जानता था. മുझे വഹ് എന്നെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. നഹീം ജാൻതാ ഥാ അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ ഥാ ഞാൻ കൈ നീട്ടിയത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലേ. ദോനോ ഏക് ദൂസരെ കോ നഹീം ജാൻതേ ഥേ. സാത്ത് ചലനെ കോ ജാൻതേ ഥേ. അപ്പോ ഇവിടെ കവി എന്താ പറയുന്നത്? ഹം ദോനോ സാത്ത് ചലേ. ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ദോനോ ആപ്പസ് മേ നഹീം ജാൻതേ ഥേ. ഏക് ദൂസരെ കോ നഹീം ജാൻതേ ഥേ. രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ ഥേ. ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. അപ്പോൾ ഈ ഒരു കവിതയ്ക്ക് വളരെ ലളിതമായ പദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും മനോഹരവും ലളിതവുമായ ഒരു കവിത സാധാരണക്കാർക്ക് പോലും വായിച്ചാൽ വളരെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പൊ കവി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതാണ്: ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പേരോ അഡ്രസ്സോ പദവിയോ ഒന്നും തന്നെ അറിയണമെന്ന് നിർബന്ധമില്ല. സഹായിക്കാൻ നമുക്കൊരു മനസ്സും ഉണ്ടാകണം. ആ വ്യക്തിയെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. विनोद कुमार शुक्ल अपनी मौलिकता मीन्स തനിമ, के साथ ഒപ്പം തന്നെ അല്ലെങ്കിൽ കൂടെ, के साथ ही भाषा की अनगढ़ता के लिए विख्यात है. विख्यात मीन्स ഫേമസ്, പ്രസിദ്ധനാണ്. വിനോദ് കുമാർ ശുക്ല തന്റെ മൗലികതയോടൊപ്പം തന്നെ ഭാഷയുടെ സൗന്ദര്യത്തിലും പ്രസിദ്ധനാണ്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. किंतु എന്നാൽ
इस कविता में मौलिक होने के साथ ही കൂടെ തന്നെ वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. सिद्ध कवि പൂർണ്ണത നേടിയ കവി, ദിക്കായി ദേത്തേഹേം കാണപ്പെടുന്നു. എന്നാൽ ഈ കവിതയിൽ മൗലികതയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാവ്യശില്പത്തിന്റെ പൂർണ്ണത നേടിയ കവിയെ പോലെയും കാണപ്പെടുന്നു. कविता के अर्थ इतने सहज और साफ हैं कि उन्हें व्याख्या की दरकार नहीं है. अर्थ मीन्स അതിന്റെ അർത്ഥം, സഹജ് മീൻസ് സ്വാഭാവികം അല്ലെങ്കിൽ നാച്ചുറൽ, സാഫ് ഹെ മീൻസ് ശുദ്ധമായ അല്ലെങ്കിൽ ക്ലിയർ ആയ വ്യക്തമായ, ദർക്കാർ അതിന്റെ ആവശ്യകത, ദർക്കാർ മീൻസ് ആവശ്യകത. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. കവിതയുടെ അർത്ഥം ഇത്രത്തോളം സ്വാഭാവികവും വ്യക്തവുമായതിനാൽ അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനത്തിന്റെ ആവശ്യം തന്നെയില്ല. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कर देते हैं. ഇവിടെ സരൾ എന്ന് പറഞ്ഞാൽ സരൾ ശബ്ദവും വാല എന്ന് പറഞ്ഞാൽ ലളിതമായ പദങ്ങളോട് കൂടിയ വാക്യങ്ങൾ സ്വയം ഹി അപ്ന മർമ്മ കർ ദേത്തെ ഹേം. മർമ്മ മീൻസ് സാരം, അതിന്റെ പൂർണ്ണമായ അർത്ഥം കർ ദേത്തെ ഹേം പറയുന്നു. അപ്പൊ ഇതിനർത്ഥം വരുന്നത് കവിതയുടെ അർത്ഥം ഇത്രത്തോളം സ്വാഭാവികവും വ്യക്തവുമായതിനാൽ അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനത്തിന്റെ ആവശ്യം തന്നെയില്ല. ലളിതമായ പദങ്ങളുള്ള വാക്യങ്ങൾ തന്നെ സ്വയം അവയുടെ മർമ്മം എന്താണെന്ന് പറഞ്ഞു തരികയും ചെയ്യുന്നു. व्यक्ति को मैं नहीं जानता था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी ड्यूटी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. ഇവിടെ വ്യക്തിക്കോ മെൻ നഹീം ജാൻതാദ, വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. ഹദാശാക്കോ ജാൻതാദ, ഹദാശ മീൻസ് നിരാശ, നിരാശയെ എനിക്കറിയാമായിരുന്നു. ഖർതേഹി ജാനേ കി ഹമാരി ഉസ് ജാനി പെഹ്ചാനി ഡ്യൂട്ടി, ഡ്യൂട്ടി മീൻസ് രീതി അല്ലെങ്കിൽ പാരമ്പര്യം, പരമ്പരാഗതമായ. തോട് ദേത്തെ ഹേം പൊട്ടിച്ചെറിയുന്നു, തോട് ദേന പൊട്ടിച്ചെറിയുക. വ്യക്തിക്ക് നാം, പതേ, പതേ മീൻസ് അഡ്രസ്, ഉമ്ര വയസ്സ് ഏജ്, ഓഹദെ പദവി, യാ ജാതി, ജാതി മീൻസ് ഇവിടെ ഏതാണ് മതം, വർഗം എന്നുള്ളതൊക്കെ. ജോഡ്തി ഹേ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? വ്യക്തിക്കോ मैं नहीं जानता था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी ड्यूटी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, നിരാശയെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അറിയുക എന്ന നമ്മൾക്കറിയാവുന്ന പാരമ്പര്യത്തെ പൊട്ടിച്ചെറിയുകയാണ്. ഈ പാരമ്പര്യം വ്യക്തിയുടെ പേര്, മേൽവിലാസം, പ്രായം, പദവി അഥവാ ജാതിയിലൂടെ അറിയുന്നതിലേക്ക് ബന്ധപ്പെടുത്തുന്നു. यदि हम किसी व्यक्ति को उसके हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. ഒരു വ്യക്തി, യദി ഹം കിസി വ്യക്തിക്കോ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉസ്കി അദ്ദേഹത്തിന്റെ ഹതാശ, നിരാശ, അസഹായത, അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ, നിസ്സഹായത, നിരാശയും ഇതൊക്കെ അറിയുന്നില്ല എങ്കിൽ, നഹീം ജാൻതേതോ അറിയുന്നില്ല എങ്കിൽ, ഹം കുച്ച് നഹീം ജാൻതേ നമ്മൾ ഒന്നും തന്നെ അറിയുന്നില്ല. നമ്മൾ ഒരു വ്യക്തിയെ അയാളുടെ നിരാശ, നിസ്സഹായത അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മൾ ശരിക്കും അയാളെ അറിയുന്നില്ല. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? घायल मीन्स മുറിവ്. घायल पड़े अपरिचित व्यक्ति को देखकर, മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ, നമ്മൾ റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ കണ്ടിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ നമ്മൾ അയാളെ അറിയില്ല എന്ന്? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की जरूरत है. വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നത്, ഹം ജാൻതേ ഹേം കി നമുക്കറിയാവുന്നത്, യഹ് വ്യക്തി മുസീബത്ത് മേം ഹേ ഈ വ്യക്തി പ്രയാസത്തിലാണ് അല്ലെങ്കിൽ ഈ വ്യക്തി സങ്കടത്തിലാണ്. ഔ ഇസേ ഇദ്ദേഹത്തിന് ഹമാരി മദദ് കി ജരൂരത്ത് ഹേ നമ്മുടെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. മദദ് മീൻസ് സഹായം, ജരൂരത്ത് ഹേ അത്യാവശ്യമുണ്ട്. വാസ്തവത്തിൽ നമുക്കറിയാവുന്നത് അയാൾ ബുദ്ധിമുട്ടിലാണെന്നും അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട് എന്നുമാണ്. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യ കി തരഹ് ജാനനെ കി യാദ് ദിലാത്തി ഹേ. യാദ് ദിലാന ഓർമ്മപ്പെടുത്തുക.
വാസ്തവത്തിൽ ഈ കവിത യഹ് കവിത മനുഷ്യക്കോ മനുഷ്യ की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യരെ പോലെ തിരിച്ചറിയുക എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. कविता लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगिरी को देखें. ഇവിടെ ലഗാതാർ എന്ന് പറഞ്ഞാൽ നിരന്തരം, നഹീം ജാന്നെ അറിയുന്നില്ല, ഔർ ജാന്നെ അറിയുക, ബയാൻ കർത്തി ജാത്തി ഹെ ബയാൻ കർന ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ വർണ്ണിക്കുക. ശില്പയ്ക്ക് ഇസ് ബാരി കാരിഗിരിക്കോ ദേക്കയും. ഈ കവിത മനുഷ്യരെ പോലെ തിരിച്ചറിയുക എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഈ കവിത നിരന്തരം അറിയില്ല എന്നും അറിയാമെന്നും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കവിതാ ശില്പത്തിന്റെ ഈ സൂക്ഷ്മമായ ശില്പവിദ്യ നമുക്ക് നോക്കാം. ശില്പക്ക് ഇസ് ബാരീക് കാരിഗിരിക്കോ ദേക്കയും. ബാരീക് മീൻസ് സൂക്ഷ്മമായ, കാരിഗിരി ശില്പവിദ്യ. അതായത് കവിതാ ശില്പത്തിന്റെ ഈ സൂക്ഷ്മമായ ശില്പവിദ്യ നമുക്ക് നോക്കാം. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. വഹ് മുझे नहीं जानता था. അദ്ദേഹം അല്ലെങ്കിൽ അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനെ കോ ജാൻതാ താ. ഞാൻ സഹായിക്കാനായി കൈ നീട്ടിയതിനെ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹീം ജാൻതേ തേ. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന ജാൻതേ തേ. എന്നാൽ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യഹ് നഹീം ജാന്ന ഔർ ജാന്ന കവിതാ में किसी लोकगीत के स्थाई की तरह बार बार लौटता है. ലോകഗീത് മീൻസ് നാടൻ പാട്ട്, ലൗട്ടാ ഹെ മടങ്ങിയെത്തുന്നു. ഈ കവിതയിൽ അറിയില്ല എന്നും അറിയുന്നു എന്നും കവിതയിൽ ഏതോ നാടോടി പാട്ടിന്റെ സ്ഥായിയെ പോലെ വീണ്ടും വീണ്ടും മടങ്ങിയെത്തുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. ഇവിടെ ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു കവിതയിൽ ലിറിക്കൽ അല്ലെങ്കിൽ ഗീതാത്മക ബോധത്തോടെ ഈ പ്രത്യേകതയോട് കൂടി ഹിന്ദിയിലെ മറ്റേതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നതേയില്ല. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले गुद वाक्य पूरा कर देंगे और कहेंगे जानते दे. जैसे किसी गजल में, അതായത് ഏതെങ്കിലും ഒരു ഗസലിൽ ആഖിരി ഷേർ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക്, ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ് അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക്, ശ്രോതാവോം കി ജുബാൻ പർ ശ്രോതാക്കളുടെ നാവിൽ, ആപ്പസ് ആപ്സെ ആപ് ആ ജാത്തെ ഹേം എങ്ങനെയാണോ വന്നു പോകുന്നത്, ऐसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो रोक देना തടഞ്ഞു നിർത്തുകളിൽ തടയുക, तो सुनने वाले കേൾക്കുന്ന ആൾ गुद वाक्य पूरा कर देंगे. गुद മീൻസ് സ്വയം, വാക്യ പൂര കർ ദേങ്കെ എന്ന് വെച്ചാൽ ഈ ആ വാക്യം പൂരിപ്പിച്ച് തരും. അതായത് അതുപോലെ ഈ കവിതയിൽ അവസാനത്തെ വാക്കുകൾ, അതായത് സാത്ത് സാത്ത് ചലന എന്നതിന് ശേഷം കവിത ചൊല്ലിൽ നിർത്തുകയാണെങ്കിൽ കേൾക്കുന്നയാൾ സ്വയം വാക്യങ്ങൾ പൂർത്തിയാക്കുകയും ജാൻതേദേ എന്ന് പൂരിപ്പിച്ച് പറയുകയും ചെയ്യും. साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले गुद वाक्य पूरा कर देंगे और कहेंगे जानते दे. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. यह कविता ഈ കവിത ജാന്ന ശബ്ദ, ജാന്ന അല്ലെങ്കിൽ അറിയുക എന്ന വാക്കിന്റെ രൂഢീഗ്രസ്ത് അർത്ഥം, പരമ്പരാഗതമായ അർത്ഥം, രൂഢീഗ്രസ്ത് മീൻസ് പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരസെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുന്നു. ബദൽ ദേത്തി ഹെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്.
इस कविता की पहली 2 पंक्तियों में ഈ കവിതയുടെ ആദ്യത്തെ 2 വരികളിൽ തന്നെ इस कविता की पहली मीन्स ആദ്യത്തെ 2 पंक्तियों में 2 വരികളിൽ തന്നെ കവി അപ്നി പൂരി ബാത് കർ ദേത്താ ഹൈ. ഈ കവിതയിൽ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തന്റെ മുഴുവൻ കാര്യവും പറയുന്നു. ശേഷ പങ്ക്തിയാം ബാക്കി വരുന്ന വരികൾ उसी कहे गए को और सघन और गहरा करती है. സഗൻ മീൻസ് ഉറപ്പുള്ള, ഗഹര മീൻസ് ആഴത്തിലുള്ള. അപ്പോ ഇവിടെ ഇതിന് ശേഷം വരുന്ന വരികൾ ആ പറഞ്ഞവയെ, ആദ്യത്തെ 2 വരികളിൽ പറഞ്ഞവയെ ഉറപ്പുള്ളതും ആഴമുള്ളതും ആക്കുന്നു. कविता का संदेश यह है कि ഈ കവിതയുടെ സന്ദേശം ഇതാണ്. दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं है. ഈ കവിതയുടെ സന്ദേശം ഇതാണ്. 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ, അതായത് മാനുഷിക വികാരങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അറിവുകൾ തീർച്ചയായും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഈ സന്ദേശം കവിതയിൽ ഉപദേശമായി വരുന്നുമില്ല. അതായത് किंतु ये संदेश कविता में उपदेश की तरह नहीं आता. दो मनुष्य के बीच 2 മനുഷ്യരുടെ ഇടയിൽ, के बीच ഇടയിൽ, मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. एहसास मीन्स തോന്നൽ, यानी മാനവീയ സംവേദന മീൻസ് മനുഷ്യത്വ അല്ലെങ്കിൽ മാനുഷിക വികാരങ്ങൾ. ഹോന ജരൂരി ഹേ, സരൂരി മീൻസ് അത്യാവശ്യം. 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ, അതായത് മാനുഷിക വികാരങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ജാൻകാരിയാം ജരൂരി നഹീം ഹേ, വ്യക്തിപരമായ അല്ലെങ്കിൽ ബാഹ്യമായ അറിവുകൾ വേണമെന്ന് നിർബന്ധമില്ല. കിന്തു എന്നാൽ ഈ സന്ദേശം കവിതാ में ഉപദേശ് की तरह नहीं माता. ഉപദേശ് की तरह മീൻസ് ഉപദേശം പോലെ, ഉപദേശമായി ഈ കവിതയിൽ നേരിട്ട് എവിടെയും പറയുന്നുമില്ല. ഈ കവിതയിൽ കവി എന്താണ് കവി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറയുന്നുമില്ല. എന്നാൽ ഈ കവിത വായിക്കുന്ന ആർക്കും തന്നെ ഇതിലെ അർത്ഥം വളരെ വ്യക്തമാവുകയും ചെയ്യുന്നു. വളരെ ലളിതമായ ഈ കവിതയും അതിന് നരേഷ് സക്സേന എന്ന കവി തന്നിരിക്കുന്ന ടിപ്പണിയും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ കവി പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ വൈകാരിക ഗുണങ്ങളാണ്. ഒരു നിസ്സഹായനായ ഒരു മനുഷ്യനെ സഹായിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ബാഹ്യമായ അറിവുകളല്ല പ്രധാനം. അദ്ദേഹത്തിന്റെ നിസ്സഹായതയും അദ്ദേഹത്തിന്റെ സങ്കടവും മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണെങ്കിൽ സഹായിക്കാൻ തയ്യാറുള്ള ആളുകൾ വച്ചു നീട്ടുന്ന സഹായം സ്വീകരിക്കാനായിട്ട് നമ്മളും അവരുടെ പേരോ അഡ്രസ്സോ ഒന്നും അറിയേണ്ടതില്ല. ആ സഹായിക്കാനുള്ള മനസ്സിനെയാണ് നമ്മൾ കാണേണ്ടത് എന്ന് കവി ഇവിടെ പറഞ്ഞു വെക്കുന്നു. അപ്പൊ നമ്മൾ പരമ്പരാഗതമായിട്ട് ഒരാളെ അറിയാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരാളെ അറിയാം എന്ന് നമ്മൾ പറയുമ്പോൾ അയാളുടെ പേരറിയാം, അഡ്രസ് അറിയാം, അയാൾ ഇന്ന ജാതിയാണെന്നറിയാം, അയാൾക്ക് ഇന്ന ജോലിയാണെന്നറിയാം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു വരുന്ന രീതി. ഇത്രയും അറിയാമെങ്കിൽ നമ്മൾ ഒരാളെ അറിയാമെന്ന് പറയുന്നു. എന്നാൽ നമുക്ക് ഇത്രയുമാണ് അറിയുന്നത് എങ്കിൽ അത് പരിപൂർണമായ അറിവല്ല എന്നും കവി പറയുന്നു. ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലെ സങ്കടങ്ങൾ, നിരാശ, നിസ്സഹായത, ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അതും കൂടെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ വ്യക്തിയെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകുന്നുള്ളൂ എന്ന് കവിയുടെ ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ഒരു പാഠം പഠിച്ചു. ആ കഥ നിങ്ങൾ നന്നായി പഠിക്കുക. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതും നല്ല പോലെ തന്നെ പഠിക്കുക. ഇനി ഈ പാഠഭാഗത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായി ആൻസർ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.